ലോകത്തിലെ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന ഒറാങ്ങുട്ടാന്റെ കൂടിന് മുന്നിലാണ്. ഇവിടെ ഒറാങ്ങുട്ടാന്റെ ഒപ്പം ഫോട്ടെടുക്കുക അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസുകളുണ്ട്. എന്തായാലും അത് നമുക്ക് നമ്മുടെ വരും വീഡിയോസിൽ നമുക്ക് കാണാം. ഒറാങ്ങുട്ടാന്റെ ആക്ടിവിറ്റീസ് കുറച്ച് ക്രേസിയാണ്, കുറച്ച് ഫണ്ണിയാണ്. നമുക്ക്ก้มด้วยขอบคุณค่ะขอบคุณค่ะบ๊ายบายกินไฟปิชกาകാടിനടുവിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു നദിയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെയാണ് ഇത് ഇവിടെ ഇവർ ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് കാണിച്ചിട്ടുണ്ടെന്നാ വരും, നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം. ഇവനെയാണ് ബ്ലോഗ് ചെയ്യുന്നത്. ഇന്ന് മുതൽ എന്റെ പിള്ളേർ ഇനി എക്സ്പ്ലനേഷൻ ഇല്ല, അവനാണ് അല്ലേ. ഓരോ കഥകളായിട്ട് ഇങ്ങനെ പോവാണ്. എന്താണ് ബ്ലോഗറെ എന്റെ തായ്ലാൻഡ് യാത്രയുടെ സീരീസ് വരും. തായ്ലൻഡിലെ യാത്രയില് അനുഭവങ്ങളിൽ എന്തൊക്കെയാണ് പറയട്ടെ? ഇത്രയും നല്ല ഒരു ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യം ലോകത്ത് വളരെ കുറവാണ്. പിന്നെ ഏത് ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിലും അതിന് രണ്ട് വശങ്ങളുണ്ടല്ലോ. ഫാമിലി ആയിട്ട് ഏറ്റവും വരാൻ പറ്റിയ സ്ഥലമാണ് തായ്ലാൻഡ്. എന്തുകൊണ്ടാണ് ഈ തായ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്? തായ്ലാൻഡ് സെക്സ് ടൂറിസം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ നോക്കിയാൽ മതിയല്ലോ. താല്പര്യമുള്ളവർക്ക് പോകാം, എല്ലാത്തവർക്കും പോകണ്ട. എല്ലാത്തവർക്കും പോകാൻ തന്നെ ഇഷ്ടംപോലെ പരിപാടികളുണ്ട്. ഇല്ല, എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ അതിന്റെ പെണ്ണുങ്ങളോട് മാത്രമാണ്. എന്താണ് ഇത് എന്ത് ഗിരിപ്പന്നിയാണ് സംശയം. നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളുമായി പോവാം. ഇത് ഒരു പ്രത്യേക വൈബല്ലേ. നോക്ക്, ഈ ആൽമരത്തിന്റെ ഇടയിലൂടെ ഉള്ള യാത്ര. മോനെ ഒരു കാട്ടിന്റെ ഉള്ളിലൂടെ ഒന്ന് ഫീലില്ലേ? അല്ലേ, എനിക്കില്ല ഫീല്. വേരുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി യാത്രകൾ ഇങ്ങനെ പോകുമ്പോൾ മനസ്സിന് ഇങ്ങനെ റീഫ്രഷ് ആവില്ല. യാത്ര ചെയ്യുന്നവന്റെ മനസ്സ് ഒഴുകുന്ന നദി പോലെയാണെന്ന്. ആണോ? ശരി ഭാഷ ശരി, ശരിക്കും സാറേ. ഓരോ മാസത്തും ഓരോ യാത്രയാണല്ലേ. യാത്ര ഒക്കെ വേണ്ടി ആഗ്രഹിച്ചിട്ട്. ഇതെന്താ പക്ഷി? ഒരു വെറൈറ്റി പക്ഷിയല്ലേ ഇത്?
അതാരാടാ റാക്കൂണ് ഇല്ലായതുകൊണ്ട് കറക്റ്റ് കാണും. റാക്കൂണല്ലേ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുഴിച്ചിൽ തന്നെ പണി. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ. വെരി ആക്റ്റീവ് അല്ലേ ചെങ്ങള്? ഇത് ഞങ്ങളൊരു ഹോബിയടാ, മനസ്സിലായേ? എന്തേ സുക്കുറെ ഇങ്ങനെ വെരി വെരി ആക്റ്റീവ് അല്ലേ? ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ കാര്യമൊക്കെ എല്ലാവരും വന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഓനൊന്ന് മാറ്റി വിട്ടു. നെക്സ്റ്റ് മാന്തൽ വിദഗ്ധൻ എൻ്റെ ഇനി വേറെ ആൾക്കും എന്തെങ്കിലും കിട്ടിയോ? അരിച്ച് പൊറുക്കണില്ലടാ. കോഴി ലോകത്തിലെ എല്ലാത്തരം കോഴികളുടെ മുട്ടയുണ്ട്. അപ്പോൾ ഒരു വലിയ കോഴി എന്ന നിലയ്ക്ക് എനിക്ക് എന്താ പറയല്ലേ, താങ്കളുടെ അഭിപ്രായം? കൂട്ടത്തിലുള്ള എല്ലാ കോഴികളും ഇവിടെ എല്ലാം ഉണ്ട്. ചെന്ന എന്താ എന്തിൻ്റെ മുട്ടയാണ്? ഓസ്ട്രിച്ച് എഗ്. ഒരു മുട്ട എത്ര ദിവസം ഉണ്ടാവും? ഒരു മുട്ട മാത്രം മതി. ഇതാണ് നമ്മുടെ ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയുടെ ഒറിജിനലാണ്. സ്റ്റഫാണ്. ചിറക് വരുന്ന 9ാമത്തെ ദിവസം. ആ കണ്ണനെയാണല്ലേ? അത് കണ്ണൊന്നല്ല, ആണോ?
അവിടുന്ന് പോകുന്നുണ്ടോ? ഫുള്ള് നിന്റെ